ഹലോ, എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡാൻഡ്രഫ് നാച്ചുറലായി നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്താലും തിരിഞ്ഞ് റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ടിപ്സായിട്ടുമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യമായിട്ടൊന്ന് പറയാനുള്ളത് ഞാൻ മുടിയിലിപ്പോൾ കാണിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ ആദ്യം എണീറ്റതും ഒരു മുടിയുടെ എല്ലാം ജടയൊക്കെ കളഞ്ഞിട്ട് ഉടക്കൊക്കെ കളഞ്ഞിട്ട് പിന്നിട്ട് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് കാണിക്കാം കേട്ടോ. എൻ്റെ മുടിയിലത്തെ ഇപ്പോൾ ജട ആണ് കളയാൻ പോകുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തല ചീന്തുമ്പോൾ അമർത്തി ചീവാൻ പാടുള്ളതല്ല. ഓക്കെ, അപ്പോൾ നേർവകിട് എടുക്കാവുന്നതാണ്. ജസ്റ്റ് ഇങ്ങനെ സോഫ്റ്റായി ചീന്തി കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ പിടിച്ചിങ്ങനെ വലിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മെല്ലെ നോക്കിയിട്ട് ജട കളഞ്ഞ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ മുടിയുടെ എല്ലാം ജട കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് മിഡിൽ നിന്ന് ജസ്റ്റ് ഇത് എൻഡ് വരെ മാത്രം കുറച്ച് എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വീട്ടിൽ കാച്ചിയ എണ്ണയാണ് ഞാൻ ഉപയോഗിക്കാറ്. ഓക്കെ, എൻ്റെ ഒരു ഹെയർ കെയർ ചാലഞ്ചിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു എണ്ണ. അതൊരു 2 തുള്ളി അത്ര ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ മുടിക്ക് വേണ്ടത്ര എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഇവിടുത്തെ അതൊന്ന് ഒതുങ്ങി നിന്നാൽ മതി കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വിടുക. ഓക്കെ, നീറ്റായിട്ട് അതിങ്ങനെ നിന്നിട്ടുണ്ട്. അത് തന്നെ ഈ സൈഡും ചെയ്യുക. ബേബി ഹെയർസ് ഒതുങ്ങാൻ വേണ്ടി ഇനി കുറച്ച് എണ്ണ ലൈറ്റായിട്ട് തടവി കൊടുത്താൽ മതി. ജസ്റ്റ് ഇത്ര മാത്രം. ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ബസ് ഇതാ നോക്കൂ. ജസ്റ്റ് എല്ലാവിടെയും എണ്ണ എത്തണ മാതിരി ഉറപ്പ് വരുത്തിയാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ എപ്പോഴും ചിക്കൻ എടുക്കാറാകുമ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കൈ ഓട്ടിച്ചാൽ മതി കേട്ടോ. ലൈറ്റായിട്ട് ചിക്കൊക്കെ പോയി കളയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ തല ചീവി കൊടുക്കുന്നുണ്ട്. ഇനി ചട നീറ്റായിട്ട് ജസ്റ്റ് ചീന്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇങ്ങനെ ലാസ്റ്റ് വരെ ഇങ്ങനെ ഒതുക്കി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ പിന്നി കൊടുക്കുക കേട്ടോ. അപ്പം താരനുള്ളവർ ഇങ്ങനെ ജസ്റ്റ് ഓയിലിങ് ചെയ്താൽ മതി. ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ നിങ്ങൾ ഷാംപൂ ഒക്കെ ഇട്ടിട്ട് സ്കാൽപ്പ് എപ്പോഴും ക്ലീൻ ഉണ്ടാവണം എണ്ണ അപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, എപ്പോഴും ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. അത് ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാനും വേണ്ടാത്ത ഇൻഫെക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനും ഹെൽപ്ഫുള്ളായിരിക്കും. ഏതൊരു എണ്ണയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഹോട്ട് ഓയിൽ മസാജിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസാണ് ഇവിടെ, നിങ്ങളുടെ ചോയ്സാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ അടുത്തതെന്ന് പറയാനുള്ളത്, എപ്പോഴും സ്കാൽപ്പിൽ ഒന്നും ഇച്ചിനെസ് ഉണ്ടാവാണ്ടി നോക്കണം, വേർപ്പില്ലാതെ നോക്കണം. അപ്പോൾ എന്താണ് ഇവിടെ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരുപാട് ഈ ഫാനിൻ്റെ കാറ്റാവാം, പിന്നെ വെളിയിൽ പോയി വരുമ്പോൾ നല്ല ഇപ്പോൾ സ്കൂട്ടി എടുത്തിട്ട് പോവുമായിരിക്കും, ഇല്ലെങ്കിൽ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ മുടി ഓപ്പണായിട്ട് വിടാൻ പാടുള്ളതല്ല. ഓക്കെ, അതിങ്ങനെ കാറ്റ് കൊണ്ടിട്ട് അത് എൻഡിൽ റഫായിട്ട് തുടങ്ങും കേട്ടോ. മുടി ഇഴകൾ, അതായത് ഹെയർ ഫോളിക്കിൾസ്, ഓക്കെ, റഫായിട്ട് സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് വേർപ്പ് വെച്ചിട്ട് അധികം സൺലൈറ്റൊക്കെ കൊണ്ടാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ തേർഡ് വൺ എന്ന് പറയാനുള്ളത്, നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ നിങ്ങൾക്ക് എണ്ണ തേച്ച് നീറ്റായിട്ട്, അതായത് ഒരു ഡീപ്പ് ഓയിലിംഗ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ് സ്കാൽപ്പിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാൻ ഇതൊരു സഹായിക്കുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറയാനായിട്ടുള്ളത്, അടുത്ത ഒരു പോയിന്റ്, നിങ്ങൾ എപ്പോഴും വെള്ളം അധികമായിട്ട് കുടിക്കേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് 9 glasses ഓഫ് വാട്ടർ. ഓക്കെ, അതിൻ്റെ കൂടെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ആയിട്ടുണ്ടാവണം. അതായത് സിട്രസ് ഫ്രൂട്ട്സ്, നട്ട്സ്, സീഡ്സ്, പിന്നെ വേണ്ട പഴവർഗ്ഗങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ നോക്കേണ്ടതാണ്. ഓക്കെ, ഇതൊരു പോയിന്റ്. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയാനുള്ളത്, ഹെയർ പാക്ക് ഉപയോഗിക്കേണ്ടതാണ്. അതായത് താരൻ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഹെയർ പാക്സ് ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വരിക. അതായത് ആഴ്ചയിൽ ഒരിക്കൽ, മാസത്തിലൊരിക്കൽ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് വന്ന ഡാൻഡ്രഫ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത്, സ്വെറ്റ് ആവാണ്ട് നോക്കേണ്ടതാണ്. അതായത് സ്കിൻ ആയാലും ശരി, സ്കാൽപ്പ് ഏരിയ ആയാലും ശരി. ഓക്കെ, അപ്പോൾ ഹോട്ട് വാട്ടർ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ലുക്വം വാട്ടറാണ് നിങ്ങൾക്ക് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് കുളിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ തൈരിൻ്റെ ഹെയർ പാക്ക് അതൊക്കെ ഉപയോഗിച്ച്, അതായത് ഇൻടേക്കിനായിട്ടും അത് ഉപയോഗിക്കേണ്ടതാണ്. അതായത് ഫെനുഗ്രീക്കിൻ്റെ ഉലുവയുടെ വെള്ളം കുടിക്കാൻ നോക്കുക. ഉലുവയുടെ വെള്ളം വേണമെങ്കിൽ തലയോട്ടിൽ ഉപയോഗിക്കാൻ നോക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ ഇലക്കറികൾ കുറേ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അതൊരു ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ വേണ്ടാത്ത വേസ്റ്റൊക്കെ അത് ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാനും പിന്നെ നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും സ്കാൽപ്പൊക്കെ ക്ലീനായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനായിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇത്രയൊക്കെ പോയിൻറ്റ്സാണ് പറയാനുള്ളത്. പിന്നെ അധികം സ്ട്രെസ്സ്, ടെൻഷൻ ഉണ്ടെങ്കിൽ യോഗ, മെഡിറ്റേഷന് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ റെഗുലറായിട്ട് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി റുട്ടീന് ഫോളോ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ ലൈഫ് സ്റ്റൈലിൽ ചെറിയ ചേഞ്ചസ് ചെയ്യുമ്പോൾ തന്നെ ഈ താരനുള്ള പ്രശ്നത്തിന് ഒരു ശമനം ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സ് ഞാൻ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. ഓക്കെ,
അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. ഓക്കെ, ഈ ഒരു ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. ആവുന്നത്ര ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.